ഇന്നും രാവിലെ നല്ല മഴയാണ് കേട്ടോ. അപ്പം രാവിലെ നമുക്ക് ചായക്ക് അയല പൊരിച്ചതും പുട്ടും ഉണ്ടാക്കാം. മീൻ വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊരിക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. മീൻ പൊരിക്കുമ്പോൾ ഒന്ന് ക്രിസ്പിയായി കിട്ടുന്നതിനാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി വെള്ളവും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾക്ക് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇവിടെ ഇപ്പം കൂടുതലായി അയില, മത്തി, എരുന്ത് ഇതൊക്കെ തന്നെയാണ് കിട്ടണത് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് ചായക്കടിയുടെ കൂടെ മീൻകറിയും മീൻ പൊരിച്ചതും ഒക്കെയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് കേട്ടോ രാവിലെ മീൻകറിയോ മീൻ പൊരിച്ചതോ ഒക്കെ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഈ മിക്സ് മീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം. ഈ മസാല മീനിലേക്ക് നന്നായി പിടിക്കാൻ ഫ്രിഡ്ജിൽ വെക്കേണ്ടത് നല്ലതാണ്. ഓരോ മീനായി എടുത്ത് മസാല നന്നായി തേക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് പുട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് കുഴച്ച് വെക്കാം. അപ്പോൾ നമ്മൾ പുട്ടുപൊടിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട്. ഇനി പുട്ട് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മളെ ആദ്യത്തെ കുറ്റി പുട്ട് റെഡി ആയിട്ടോ. മീൻ പൊരിക്കാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഓരോ മീനായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഒരു വശം മുരിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ അയില പൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കാം. അപ്പം നമ്മുടെ പുട്ടും അയല പൊരിച്ചതും പപ്പടവും കട്ടൻ ചായയും ഒക്കെ റെഡിയാണ് കേട്ടോ. ഇനി ഞങ്ങൾ ചായ കുടിക്കട്ടെ. പുട്ടും മീൻ പൊരിച്ചതും
പപ്പടവും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.